ഷെയ്ക്കാൻ്റെ തരാമോ? പാവാണേ പാവാണേ ഇത് നീ പേടിച്ചു തോന്നാ. ഹായ് എവ്രിവൺ, ഇറ്റ്സ് മീ ജെഫ്രിയ. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ടൊരു കുട്ടി വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ എൻ്റെ ഹോം ടൗണിലാണ് ഉള്ളത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ഞാൻ എറണാകുളത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇടുക്കിയിലോട്ടായി. അപ്പോൾ എൻ്റെ നാടിൻ്റെ ഭംഗിയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വളരെ ചെറിയ വീഡിയോ ആണ്. ഇന്ന് ആക്ച്വലി നമ്മൾ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. Hi everyone, once again welcome back to our YouTube channel. ഇന്ന് ഡേ 1 ആണ്. ആക്ച്വലി ഇന്ന് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുന്നത്. നമ്മൾ പോയാൽ തന്നെ ജസ്റ്റ് പോയി വരൂ അങ്ങനെയായിരുന്നു. അപ്പോൾ ലൈക്ക് ഇവിടെ നമ്മൾ 1 വീക്ക് നിൽക്കുന്നുണ്ട്. അപ്പം രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ പുതിയ വീടിൻ്റെ അടുത്തേക്ക് പോവാണ്. ആക്ച്വലി അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത് ഇതിന് മുമ്പുള്ള വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് പണി കാര്യങ്ങളൊക്കെ ഫൈനൽ സ്റ്റേജിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം. ഇത് നമ്മുടെ കസിൻ സിസ്റ്ററിൻ്റെ വീട് ആക്ച്വലി വരുന്ന വെള്ളിലാങ്കണ്ടമാണ്. ആക്ച്വലി വെള്ളിലാങ്കണ്ടത്തുനിന്ന് 2 സ്റ്റോപ്പേ ഉള്ളൂ നമ്മുടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇതൊക്കെ നമ്മുടെ ഹോം ടൗൺ എന്ന് തന്നെ പറയാൻ പറ്റും. ലൈക്ക് ഇത് മാട്ടുക്കട്ടയാണ്. ഇടുക്കി കൂടെയൊക്കെ വന്നിട്ടുള്ളവർക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് കാണും. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ആക്ച്വലി ഈ വഴി പോകുമ്പോഴാണ് നമ്മുടെ വീട് ഇത് കണ്ടോ, അവിടെയാണ് നമ്മുടെ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് കാണിക്കുന്നില്ല, കാരണം ഇനിയും വരുന്ന ദിവസങ്ങളിൽ വീട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതിനുശേഷം നമ്മൾ അവിടെ പോയി തിരിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ തിരിച്ച് പോകുന്നത് ഇത് സയൻ സ്കൂളാണ്. ഞാൻ ഇവിടെ ആട്ടോ പഠിച്ചത്. എൻ്റെ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ഇവിടെയാണ്. സയൻ പബ്ലിക് സ്കൂളാണ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു റൂട്ടിൽ കൂടെ പോകുന്നത്. ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂക്കുപാലം, അതായത് തോണിത്തടി തൂക്കുപാലം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ട് കാണുമായിരിക്കും എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇടുക്കിയിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു നല്ല സ്ഥലത്തോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഞാനും ആക്ച്വലി ഇവിടെ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഈ സൈഡിൽ നമ്മൾ പോയിട്ടില്ല. കാരണം ഇത് ആക്ച്വലി ഇടുക്കി ഡാമിൻ്റെ വാട്ടർ ലെവൽ ഏരിയ ആണ്. അതായത് ഇടുക്കി ഡാമിൽ വെള്ളം നിറയുമ്പം എക്സ്ട്രാ വരുന്ന വാട്ടർ കയറുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഏരിയ ആണ്. അപ്പം അവിടെ മഴക്കാലത്ത് ആക്ച്വലി നല്ല രസമാണ് കാണാനായിട്ട്. വെള്ളമൊക്കെ കയറി പിന്നെ നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സയൻസ് സ്കൂൾ അടിച്ചു കൊടുക്കുക. സയൻസ് സ്കൂളിൻ്റെ അടുത്തൂടെ കിടക്കുന്ന അവിടെ ഒറ്റ ഒരു വഴിയുള്ളൂ. ആ വഴി കൂടെ അങ്ങ് സ്ട്രെയിറ്റ് പോയാൽ മതി. അപ്പം നമ്മൾ കറക്റ്റ് ഈ ഒരു ലൊക്കേഷനിലോട്ടായിരിക്കും ചെല്ലുന്നത്. നല്ല അടിപൊളിയാണ്. ഇടുക്കിയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേ സ്ഥലങ്ങളിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് അവിടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്തൂടെ ഒന്ന് പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ ഫൈനലി ലൊക്കേഷനിലെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റഡ് ആയിരുന്നു, നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത് കണ്ടോ, ആ കാണുന്നതാണ് കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ലൈക്ക് പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇവിടെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പം അവരുടെയും തന്നെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ 5 വർഷം മുമ്പ് അവിടെയാണ് ചെയ്തത്. പിന്നെ ഇപ്പം ഇവിടെയുള്ള കപ്പിൾസിൻ്റെയും വേറെ പുറത്തുനിന്നൊക്കെ വന്നിട്ടൊക്കെ ആയാലും ഒത്തിരി പേര് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വന്നതിന് വേറൊരു ഇതുകൂടെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. കസിൻസൊക്കെ ആയിട്ട് വന്നിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതുണ്ട്, ഇവിടെ ആൾക്കാരില്ല. കാരണം ഈ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്, അതായത് ബ്രിഡ്ജിൻ്റെ സൈഡിലാണ് ആക്ച്വലി ആൾക്കാർ വരുന്നത്. ഈ ഒരു പ്ലേസ് ആക്ച്വലി ആൾക്കാർക്ക് വലിയ ഫെമിലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഇതായിട്ടാണ്, ക്വയറ്റ് ഏരിയ എന്ന് പറയാൻ, നമുക്ക് വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒട്ടും തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നുമില്ല. കാരണം അത്ര കാര്യമായിട്ട് തന്നെ ഇവിടെ എല്ലാ ആൾക്കാരും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ആയിട്ടൊക്കെ വന്നാൽ പോലും ആ കവറും കാര്യങ്ങളൊന്നും അവിടെ ഇടാതെ തിരിച്ചത് വീട്ടിലോട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രകൃതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ പോകാനായിട്ടും പറ്റും. ഇപ്പം നമുക്കറിയാമല്ലോ, ഒത്തിരി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് തന്നെ മാൻമെയ്ഡ് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ മദർ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുണ്ട്, നല്ല ഗ്രീനറിയാണ്, നല്ല അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്.
ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു, കാരണം മഴ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് തെളിഞ്ഞതാണ്. നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ ഇത്രയും ദിവസം, ജസ്റ്റ് ഒന്ന് തെളിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല, നല്ല തണുത്ത കാറ്റും നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഞാനപ്പോൾ ഇനി അധികം ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല, നിങ്ങൾ ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കസിൻ്റെ വീട്ടിലോട്ട് തന്നെ എത്തി. ഞങ്ങളുടെ കൂടെ കസിൻ സിസ്റ്റർ റിയ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ആക്ച്വലി നമ്മൾ ലഞ്ച് കഴിച്ചു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു. റിയ ഉണ്ടാക്കി തന്ന നല്ല അടിപൊളി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി. രാവിലെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു, അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല പച്ചപ്പും ഹരിതാപവും. രാവിലെ നല്ല കോട മഞ്ഞും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം അവിടെ 2 ജർമ്മൻ ഷെപ്പേർഡുണ്ട്, റൂഡി റോളോ എന്നാണ് ഇവരുടെ പേര്. ഇവരുടെ കൂട്ടത്തിൽ കളിച്ചു. ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ പോലെ ഡോഗ്സിനെ നല്ല പേടിയാണ്. ഞാൻ അങ്ങനെ ഡോഗ്സുമായിട്ട് ഇങ്ങനെ എന്താ പറയുക കളിക്കുക അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് നല്ല പേടിയാണ്. പട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഡോഗ് അല്ലെങ്കിൽ പട്ടി ഒരു സൈഡിൽ കൂടെ വരുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോകുന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇതുങ്ങളെ കാണുമ്പോൾ തന്നെ നല്ല പേടിയാണ്. പിന്നെ ഇവർ ജർമ്മൻ ഷെപ്പേർഡുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓണേഴ്സൊക്കെ ആയിട്ട് മാത്രമാണ് ഇവർ കൂടുതലും ഇത്. നമ്മളെ കാണുമ്പോൾ തന്നെ നന്നായിട്ട് ക്കാനായിട്ട് വരും. അത്യാവശ്യം അഗ്രസീവായിട്ടുള്ള ഇതാണ്, ഡോഗ്സാണ്. ഇവർ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവർ ആക്ച്വലി പുറത്തിറക്കി വിട്ടപ്പോഴത്തേക്കും നമ്മൾ 2-3 ദിവസം ആയപ്പോഴത്തേക്കും നമ്മളുമായിട്ട് നല്ല കമ്പനിയായി. ഇതുണ്ടോ, ഞങ്ങൾ 2 പേരും കൂടി ഡോഗിൻ്റെ കൂടത്തിൽ നിന്നിട്ടൊരു പിക്ക് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. പക്ഷേ അവനൊട്ടും വില്ലിങ് ആകുന്നില്ലായിരുന്നു, ഒട്ടും ഫോട്ടോ എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം കുറേ നേരം ഞാൻ ഡോഗിൻ്റെ കൂടത്തിൽ കളിച്ചു. കാരണം ആക്ച്വലി എനിക്ക് ഈ ഡോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഡോഗിൻ്റെ ഒക്കെ തൊടുക കണ്ടോ കളിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ തന്നെ മടുത്തു, കാരണം അത്രയും നേരം നമ്മളിങ്ങനെ കളിച്ചപ്പോഴത്തേക്കും കുറേ അവർ ടയേർഡായി, നമ്മളും ചെറുതായിട്ട് ടയേർഡായി. കണ്ടോ നല്ല വ്യൂ ആണ് അങ്ങോട്ടേക്ക്, കണ്ണെത്താ ദൂരത്തേക്ക് പച്ചപ്പ് തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ വൈകുന്നേരം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മസാല ദോശയാണ്. റിയയുടെ സ്പെഷ്യൽ മസാല ദോശയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം കുറേ നാളായി നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട്. അപ്പം റിയ പറഞ്ഞു നമുക്ക് മസാല ദോശ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഫൈനലി മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാല ദോശയും കഴിച്ചിട്ട് നമുക്കൊരു ഫിലിമും കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം മസാല ദോശ പ്രിപ്പറേഷൻസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഒരു വ്ളോഗ് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവർക്ക് മെയിനായിട്ട് ഇവിടെ ഇടുക്കി ജില്ലയിലത്തെ മെയിൻ ഒരു എന്താ പറയുന്നത് കൃഷി എന്ന് പറയുന്നത് ഏലമാണ്. അപ്പോൾ ഞാൻ ഏലത്തോട്ടമൊക്കെ കാണിച്ചു തരാനായിട്ട് ട്രൈ ചെയ്യാം. മാക്സിമം എനിക്ക് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എറണാകുളത്തൊക്കെയുള്ള നമ്മുടെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് കൺഫ്യൂഷനാണ്, ഏലച്ചെടി എങ്ങനെയായിരിക്കുന്നത്, മരത്തിലാണോ ഏലക്ക ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഹോസ്റ്റലിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏലത്തോട്ടം, ഇവർക്ക് ഏലത്തോട്ടമാണ്, അപ്പോൾ അവിടെയും കൂടെ പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതുകൂടെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാവർക്കും ഉള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് എന്താ പറയുന്നത്, ആക്ച്വലി ഞങ്ങൾ കിടന്നുറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ കസിൻസിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ നല്ല ലേറ്റാവും. കാരണം നമ്മൾ രാത്രിയിലൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങളുടെ ഞാനും റിയയും തമ്മിൽ ബേസിക്കലി ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നമ്മുടെ പഴയ ടിക്ടോക്ക് സംഭവം ഉണ്ടല്ലോ, ആ സംഭവം ചെയ്യും. പിന്നെ ഇപ്പോൾ ടിക്ടോക്കല്ല, ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് അതിന് കറസ്പോണ്ടൻ്റായിട്ട് നമ്മൾ ആക്ട് ചെയ്യും. ഭയങ്കര കോമഡി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം അതിനകത്തെ പോലെ ആയിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നത്, വേറെ രീതിയിലൊക്കെ ആയിരിക്കും, ഭയങ്കര കോമഡി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസ് അന്ന് രാത്രി എടുത്തു. ഇതാണ് കേട്ടോ എൻ്റെ ഡിന്നർ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി.